ചെടികൾക്കും റോളമർസവന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ബോട്ട് ലൈഫ് തുടങ്ങാൻ പോകാന്ന് കുറേ കാലമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇന്ന് ചെറിയൊരു ട്രിപ്പായിട്ട് ഞങ്ങൾ ഇറങ്ങിയേക്കാട്ടാ. പുത്തൻവേലിക്കരയുടെ ഇടയിലുള്ള പുഴയുടെ നടുക്കിലൊരു പാറ കണ്ട, അടിപൊളി ഒരു പാറയാണ്. അപ്പോൾ അവിടേക്കാണ് ഇന്നത്തെ ട്രിപ്പ് വന്നേക്കണേ. അപ്പോൾ കൂടുതൽ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാട്ടാ. അപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മാളവല ബോട്ട് ജെട്ടി, ഇവിടുന്ന് ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് എല്ലാ ദിവസവും പോകുന്നുണ്ട്. ഇപ്പോൾ ഒരെണ്ണം പോയിട്ടുണ്ട്. നമുക്ക് ഒക്കെ എത്തുന്നതിന് മുമ്പായിട്ട് ചിലപ്പോൾ കാണാൻ പറ്റൂട്ടോ. നമ്മുടെ ബോട്ട് ഫ്രണ്ട് ഇന്ന് ഷൈജാണ്, പൊളിക്കട്ടാ. ഷൈജ് പൊളിക്കണേ. ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കണേന്ന് വിചാരിച്ചാൽ നമുക്ക് നല്ല പായൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ട് പോകാം. നല്ല ക്ലൈമറ്റ് ആട്ടാ, നല്ല അടിപൊളി ക്ലൈമറ്റും കാര്യങ്ങളാണ്. നമ്മുടെ ഷൈജു തകർത്തോണ്ടിരിക്കട്ടാ. ഷൈജു തകർത്തോണ്ടിരിക്കണേ. എവിടെ ഒക്കെ നമ്മളെ വേറൊരു ഗഡിൻ്റെ ഇട്ടാ ജിഷ്ണു അങ്ങനെ നോക്കി ഇതാണ്ടാ. ഇതിപ്പോ ഒരു തുരുത്താട്ടത്, മനോഹരമായ ഒരു തുരുത്തിട്ട്. ഈ തുരുത്തിൽ ആരും ഇല്ല. തുരുത്തിന്റെ പേരൊന്നും ചോദിച്ചാൽ നമുക്ക് വലിയ പിടിയൊന്നും ഇല്ലാട്ടാ. ചീനവല ഒരെണ്ണം അവിടെ നിൽക്കുന്നുണ്ട്. വലയൊന്നും കിട്ടിയിട്ടില്ല. ഇവിടെ തന്നെ നമുക്കൊരു മീൻ കാര്യങ്ങൾ കാണാം. ഇപ്പോൾ പുഴകളിൽ കൂടുതലായിട്ട് നമ്മൾ ഇങ്ങനത്തെ കൂടുകളാണ്, മീൻ കൃഷിക്ക് കൂടുതലായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യണത്. അല്ല ഈ വള്ളിച്ചെടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇറങ്ങിയിരിക്കണത് കാണാൻ നല്ല മനോഹരമായ കാഴ്ചട്ടാ. ശരിക്കും പുഴക്കോടുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ മനസ്സിനും അതുപോലെ നല്ലൊരു എൻ്റർടൈൻമെൻറ്റിനാണ് ഈ പുഴക്കോടുള്ള യാത്ര. അടിപൊളി ഒരു യാത്ര തന്നെയാണ് ഈ പുഴ യാത്രകൾ എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ പുത്തൻവേലിക്കരയിൽ നിന്ന് നമ്മുടെ ചേന്നമംഗലത്തേക്ക് കിടക്കുന്ന പാലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ കാണാൻ പറ്റും കേട്ടാ. ഇത് ചേന്നമംഗലത്തേക്ക് കിടക്കുന്ന ചെറിയ പാലാട്ടാ. നമ്മുടെ പുത്തൻവേലിക്കര വേറെ അപ്പുറത്തൊരു പാലമുണ്ട്. പിന്നെ നമ്മൾ ചെറിയ പാലത്തിൻ്റെ അടി കൂടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം നമ്മൾ പുഴയുടെ നടുക്കി കൂടിയാണ് പോകണം. സൈഡ് ഓരം കൂടി പോയി ചിലപ്പോൾ വല്ല മരങ്ങളൊക്കെ വീണിട്ട് ചിലപ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ എഞ്ചിനും അടിക്കാൻ സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ടാണ് നമ്മൾ സെൻറ്ററായിട്ട് ഏകദേശം പോണത്. പുഴക്കോടുള്ള യാത്ര സൂപ്പർ പെടതുണ്ടല്ലേ, സൂപ്പർ അനുഭവ കണ്ടാ. ഇപ്പൊ നമ്മ ഈ പാലത്തിന് താഴെ കൂടെ പോകാൻ പോകട്ടാ. നമ്മുടെ മുകളിലായിട്ട് ഇവിടെ നമുക്ക് പോകാനുള്ള റൂട്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മ സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ട കോട്ടപ്പുറത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ട്രിപ്പ് അവസാനിക്കുന്നത് നമ്മുടെ അഷ്ടമുടി കായലിലാണ്. അപ്പോൾ അതിൻ്റെ മാപ്പും കാര്യങ്ങളാണ് നമ്മൾ ഈ ടോപ്പിൽ സെറ്റ് ചെയ്ത് വെക്കുന്നത്. പിന്നെ നമുക്കിത് വൈകിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ഈ സൈഡുകൾ കംപ്ലീറ്റ് നമുക്ക് അഴിച്ച് സിപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ റൂഫും കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അധികം വൈകാണ്ട് തന്നെ നമ്മുടെ ട്രിപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ ഏകദേശം നമ്മൾ പാലത്തിൻ്റെ താഴെയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ചേന്നമംഗലം പുത്തൻവേലിക്കര ഇത് വരണത്, പാലം വരണത്. ഇത് ചെറിയ പാലാണ്, കടല് പോലെയല്ല കിടക്കണേ. ശരിക്കും നല്ലൊരു കടല് പോലെയാണ്. നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് കണ്ടല്ലോ. എൻ്റെ പൊന്നെ പൊളിച്ചു പായിട്ട് പോകാൻ വിചാരിച്ചാൽ നമുക്ക് അത്ര ഇന്ധനം കുറയും. നല്ല സൂപ്പറായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. എഞ്ചിൻ്റെ സൗണ്ടും ഇല്ല. നല്ലൊരു അടിപൊളി ഒരു യാത്ര തന്നെയാണ് നമ്മൾ പായിട്ടിട്ട് യാത്ര ചെയ്യുമ്പോൾ. നമുക്കിപ്പോൾ ഓപ്പോസിറ്റ് ആയ കാരണം കൊണ്ട് പായിട്ട് കാണിക്കാൻ പറ്റില്ല. അത് കാരണം കൊണ്ടാണ് ഇനി വരുന്ന ഒരു വീഡിയോയിൽ നമ്മൾ എന്തായാലും പായിട്ട് പോകുന്ന വീഡിയോകളും കാര്യങ്ങളും ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. സ്റ്റോക്ക് എഞ്ചിനാണ്. അപ്പോൾ ഇത്തിരി പഴക്കാണ്, ഓൾഡ് ജനറേഷൻ കേട്ടോ. അപ്പോൾ ഇന്ധനം കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ടിന്നിൽ മേടിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ രണ്ട് സൈഡിലായാലും നല്ല റിസോർട്ടുകളും കാര്യങ്ങളും കുറേ വിദേശികൾ വരുന്നുണ്ട്. ശരിക്കും നമ്മുടെ മുസ്ലിംസിൻ്റെ പൈതൃകം നിലനിൽക്കുന്ന ഒരു പുഴയക്കോടുള്ള യാത്ര എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്.
എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പേര് മിസ് ചെയ്യുന്നതുണ്ട് ഇതൊക്കെ. എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതൊക്കെ ഒരിക്കലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ചെയ്യേണ്ട ഒരു യാത്രയാണ്. നമ്മുടെ അറ്റത്തായിട്ട് നമുക്കൊരു ഹൗസ് ബോട്ട് കാണാൻ പറ്റും. നമ്മ മാളവന ഫെറിയിൽ പറഞ്ഞില്ലേ, ആ ഹൗസ് ബോട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു അധികം വൈകാണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അടുത്ത് എത്താൻ പറ്റും. പക്ഷെ അതിൽ നോക്കിയെടുക്കട്ടാ, വല നോക്കട്ടാ, വല നോക്കട്ടാ. അപ്പോൾ നല്ല അതിശക്തമായ കട്ടയുണ്ട, ശരിക്കും നല്ല കട്ടയുണ്ട്. ശരിക്കും ചാടി പോണേ. നമ്മൊരു മീഡിയം സ്പീഡ് വെച്ചിട്ട് പിടിക്കണേ, അല്ലെങ്കിൽ നമുക്ക് മൈലേജും കാര്യങ്ങളും കിട്ടില്ല. അതുകൊണ്ട് ഒരു മീഡിയം സ്പീഡ് ഇട്ടിട്ടാണ് പിടിച്ചോണ്ടിരിക്കണത്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ പായിട്ടായതുകൊണ്ട് നമുക്ക് വലിയ കാര്യമായിട്ട് ഇന്ധനം ചിലവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇപ്പം ഇനി തിരിച്ചു പോകുമ്പോൾ ഫുള്ള് നമ്മൾ എഞ്ചിനിൽ തന്നെ ഓടണത്. ഇത് നമുക്കൊരു മണിക്കൂറിൽ കമ്പനി പറയുന്നത് 8-9 ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ രീതിയിൽ നമ്മൾ കൈ കുറച്ച് ഓടിക്കണം വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം മൈലേജ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടും. അപ്പോൾ ആ രീതിയിലാണ് അവ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സംഭവം അടിപൊളി വെയിലാട്ടോ, നല്ല അടിപൊളി വെയിലത്താണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഏകദേശം ഒരു 3 മണി 4 മണിയൊക്കെ ആയിട്ടുണ്ട്. അതായത് നമ്മുടെ കാറ്റിനും കാര്യങ്ങൾക്കൊന്നും വലിയ കുറവൊന്നും കാണിക്കണില്ല. നിങ്ങളിത് പറയാൻ മറന്നു, നമ്മളെ ബോട്ടിന്റെ പേര് അലക്സാണ്ടർ എന്നാടാ. അപ്പാര കട്ടടിച്ചോണ്ടിരിക്കുക. അപ്പൊ നമ്മ കടലിൽ പോണ സെയിം എഫക്റ്റിൽ തന്നെ ഇതിൽ പോയോണ്ടിരിക്കണേ. സ്ലോ വിട്ട് പിടിച്ചാൽ മതിട്ടാ. ഇപ്പൊ നമ്മൾ ഏകദേശം കോട്ടപ്പുറം എത്തണ വരെ എനിക്ക് തോന്നണ ഈ കടൽ തന്നെയായിരിക്കും കേട്ടാ. സംഭവം കളറാണ്, അപ്പാര വ്യൂ കേട്ടാ, അതിമനോഹരമായ സ്ഥലങ്ങളാണ് കേട്ടാ. നമുക്കിവിടെ ഈ സൈഡിലായിട്ട് ചീനവലയും കാര്യങ്ങളൊക്കെ കാണാം. ഇപ്പൊ നമുക്ക് ഈ സൈഡിൽ 2 സൈഡിലും ചീനവല തന്നെയാണ് കൂടുതലായിട്ട് കാണാനുള്ളത് കേട്ടാ. അപ്പൊ നമുക്ക് ആ സൈഡിലേക്ക് ഒരു തോട് പോയിട്ടുണ്ട്, ചെറിയൊരു പുഴ. പിന്നെ നമ്മൾ ഇപ്പം എത്താൻ പോണത് കോട്ടപ്പുറം പാലത്തിൻ്റെ അവിടേക്ക് മുസ്ലിംസിൻ്റെ അതേപോലെ നമ്മുടെ കോട്ടയുടെ അടുത്തേക്കൊക്കെയാണ് എത്താൻ പോണത്. അപ്പം ഏകദേശം നമുക്ക് കോട്ടയും കാര്യങ്ങളൊക്കെ അറ്റത്ത് നമ്മൾ കാണുന്നുണ്ടല്ലോ, അതാണ് നമ്മുടെ കോട്ട. ആ ഹൗസ് ബോട്ടൊക്കെ നിൽക്കുന്നതിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ കോട്ട വരുന്നത്. അപ്പം നമ്മുടെ കോട്ടയൊക്കെ നമുക്കിനി കാണാം കേട്ടോ. അപ്പൊ നമ്മ ഈ അരുത്ത് കാണുന്നതാട്ടാ നമ്മുടെ കോട്ടപ്പുറം കോട്ട കേട്ടാ. ഈ കാണുന്നതാണ് കോട്ടപ്പുറം കോട്ട. 1523 പോർച്ചുഗീസുകാർ പണിയേൽപ്പിച്ച കോട്ടയാട്ടാ. പിന്നെ 1663 നമ്മുടെ ഡച്ചുകാർ കയറി പൊളിച്ച് കളഞ്ഞൊരു കോട്ടയാണ്. ഇപ്പോൾ നമ്മൾ നോക്കണേ നമുക്ക് കുറച്ച് അവശിഷ്ടങ്ങളും കാര്യങ്ങളും മാത്രമാണ് ഇവിടെ കാണാൻ പറ്റുക. ശരിക്കും നമ്മുടെ പെരിയാറും അതുപോലെ നമ്മുടെ മുനമ്പ് അറബിക്കടലും ഇതാക്കണ മുനമ്പത്തിൻ്റെ ശരിക്കും ഭയങ്കര ഒരു പോയിന്റ് എന്ന് പറയുന്നത് മർമ്മപ്രധാനമായൊരു സ്ഥലമാണ് നമ്മുടെ ഈ കോട്ടപ്പുറം കോട്ട എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് മാത്രം അവശിഷ്ടങ്ങളും കാര്യങ്ങളും മാത്രം നിലനിർത്തിയിട്ടുള്ളൂ. പക്ഷെ നമുക്കൊരു 4 മണിക്കൊക്കെ ഇവിടെ വന്നിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു പ്ലേസ് തന്നെയാണ് നമ്മുടെ ഈ കോട്ട. നമുക്ക് ആ കാണുന്നതാണ് കൃഷ്ണകോട്ട പാലം. അവിടേക്കാണ് നമ്മുടെ വെള്ളംകളി കാര്യങ്ങളൊക്കെ നടക്കാറുള്ളത്.